എന്തുകൊണ്ടും ഏറ്റവും ആഹ്ലാദകരവും വിശേഷപ്പെട്ടതുമായ ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ ഒരുക്കങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പിറന്ന നാടിൻ്റെ സ്നേഹ ആദരങ്ങൾ അർപ്പിക്കുവാനും നാടിൻ്റെ അഭിവൃദ്ധിക്കൊപ്പം നിലകൊണ്ടുകൊണ്ട് എങ്ങനെ നമ്മൾ ഈ കാലമത്രം ഈ നടന്നു വന്ന നാൾ വഴികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനും ഉള്ള വലിയ ധന്യമായ ഒരു നിമിഷത്തിന് മുന്നിലാണ് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത്. എവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ടോ അവിടെയൊക്കെ ചെറുതും വലുതുമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ലോകമെങ്ങും നടക്കുകയാണ്. ഈ സുദിനത്തിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന് ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത്, രാജ്യത്തോടെ എങ്ങനെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാൻ ഉള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ മനസ്സിലെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ എങ്ങനെ നമ്മുടെ രാജ്യം സ്വതന്ത്രമായി എന്നുള്ളതും കൂടിയാണ്. നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ധൈര്യപൂർവം ജീവിക്കുന്നത് നമ്മളെ കാത്തു സംരക്ഷിക്കുവാൻ, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ആകാശത്തിലും കടലിലും കരയിലും നമ്മുടെ സൈന്യം ജാഗരൂകരായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. 78 വർഷം കടന്നു പോകുമ്പോഴും അന്നത്തെ വെല്ലുവിളികൾ ഓരോ വർഷം പിന്നിടുമ്പോഴും രാജ്യത്തിന് മുൻപിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തെ വർഗീയ ശക്തികളും രാജ്യവിരുദ്ധ ശക്തികളും തീവ്രവാദ ശക്തികളും എല്ലാം ഒരുമിച്ച് അണിയിച്ചുകൊണ്ട് രാജ്യസുരക്ഷയെയും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും നമ്മൾ അതിൻ്റെ ചെറിയ കിരണങ്ങൾ കാണുന്നുണ്ട്. ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന് നൽകിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ അവകാശമാണ് അവന്റെ പ്രതിനിധികളെ രാജ്യത്തിന്റെ തലവന്മാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരങ്ങൾ. ഈ മനോഹരമായ അവകാശത്തിന്റെ മുകളിൽ കൂടി കരിനിഴൽ പരത്തുന്ന ചില പ്രവണതകളും രാജ്യത്ത് ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 29ാമത് വാർഷികവും CFPയുടെ 16ാമത് സ്ഥാപക ദിനവും സംയുക്തമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ വിശിഷ്ട വ്യക്തി ഡോക്ടർ മേരി ഷൈനി, CFPയുടെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ ഡെന്നി ചെറുപ്പുറത്ത്, തിയേറ്റർ ഇന്ത്യാനോയുടെ ഡയറക്ടർ ശ്രീ ജോബി അഗസ്റ്റിൻ, CFPയുടെ സെക്രട്ടറി ശ്രീമതി ഫ്ലവർ ജോസ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ 79ാമത് ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ കൃത്യമായി നേരുന്നു. 16 വർഷം മുൻപ്
രൂപീകൃതമായ CFT കോൺഗ്രസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഡെമോക്രസിയുടെ 16 വർഷങ്ങൾ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയും എല്ലാ വർഷവും ഇവിടെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ മേരി ഷൈലിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 നമുക്കെല്ലാവർക്കും ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു വിശാലമായ സ്വാതന്ത്ര്യത്തിലെ വിശാലമായൊരു ലോകത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയ ഒരു ദിനമാണ്. ശരിക്കും ഒരു ഇന്ത്യയുടെ പുനർജന്മം എന്ന് തന്നെ നമുക്ക് പറയാം. ആ ദിവസം നമ്മൾ ഇന്നും അത് ആഘോഷിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള സ്നേഹവും കൂറും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ആ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അതിൻ്റെ ബാക്കിൽ ഒത്തിരി പേര് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു കഠിനാധ്വാനം ജീവത്യാഗമെല്ലാം അതിൻ്റെ ബാക്കിലുണ്ട്. അവരെല്ലാം നമുക്ക് ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടി ഓർക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഇവരെ എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ഒരുപാട് മതങ്ങളുടെ ഉത്ഭവം ഇന്ത്യ, അത്രയും ഒരു ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഹിന്ദുയിസം, ജൈനിസം, സിഖിസം, ബുദ്ധിസം ഇതെല്ലാം ഇന്ത്യയിലാണ് ഒറിജിനേറ്റഡ് ആയിട്ടുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് ഇന്ത്യയിൽ നിന്നാണ്. അതുപോലെ ഇന്ത്യയുടെ ലാൻഡ്മാർക്ക് പറയുമ്പോൾ താജ്മഹൽ പോലെ ലാൻഡ്സ്കേപ്പ്, ഹിമാലയാസ്, ഇതെല്ലാം ഈവൻ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് മാത്തമാറ്റിക്സ് നമുക്കറിയാം, സീറോ കണ്ടുപിടിച്ചത്, അതുപോലെ ഡെസിമൽ വാല്യൂസ്, ഇതെല്ലാം ഇന്ത്യയിൽ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ ഗെയിംസിൽ ചെസ്, അതുപോലെ തന്നെ സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിംസ് എല്ലാം അതിൻ്റെ ഒറിജിനേറ്റഡ് ഫ്രം ഇന്ത്യ ആണ്. ജേർണി സ്കിൽസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജന്മനാട്ടിൽ നിന്ന്, മാതൃരാജ്യത്ത് നിന്ന് വേറൊരു നാട്ടിൽ വന്ന് ജീവിക്കുന്നവരാണ്. ആ ഒരു ജേർണി സ്കിൽസ് എന്ന് പറയുന്നത് അത് കൺഫോമിറ്റി എഗെയിൻസ്റ്റ് കൺഫോമിറ്റി എന്നുള്ളൊരു ഫിലോസഫിയാണ് അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ജനിച്ച വീട്ടിൽ, നമ്മൾ ജനിച്ച നാട്ടിൽ, ഇപ്പോൾ ഈവൻ നമ്മുടെ വീട് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂം എവിടെയാണ്, നമ്മുടെ വാഷ്റൂം എവിടെയാണ്, കിച്ചൺ എവിടെയാണ്, ഇതെല്ലാം നമുക്കറിയാം, കൺഫേംഡ് ആണ്. പക്ഷെ ആ ഒരു കൺഫേമിറ്റിയിൽ നിന്ന് അതിന് കൗണ്ടറായിട്ട് വരുന്ന നമ്മളൊരു ജേർണി, ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ഒന്നും അറിയാം, എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം. അപ്പോൾ ഈ യാത്രകളും പോകുമ്പോൾ ചില യാത്രകൾ നമ്മൾ ഒരുപാട് പേര് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുമുട്ടും. ഇപ്പം തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അത്ഭുതമാണ്. നാട്ടിൽ കേരളം എന്ന് പറഞ്ഞ കൊച്ചു സംസ്ഥാനത്തിൽ, അതിൽ വടക്കാഞ്ചേരി എന്ന അതിലും ചെറിയ ഒരു കുഞ്ഞു സ്ഥലത്ത് അവിടെ ജനിച്ചു വളർന്ന ഒരു ആളാണ് ഞാൻ. അവിടെ വന്ന് നിങ്ങളെപ്പോലെയുള്ള ഇത്രയും നല്ല മനുഷ്യരെ കാണാൻ സാധിച്ചതും എല്ലാം ഡിഫറെൻറ്റ് നമ്മളെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. എല്ലാവരുടെയും കൾച്ചറും എല്ലാത്തിനും സാധിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ യാത്രകൾ ഇനിയും നമുക്ക് തുടരാം. ജീവിതബന്ധ യാത്രയിൽ ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ചിലർ നമ്മൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ, ബായി പറഞ്ഞു പോകുമ്പോൾ സന്തോഷമാണോ, പോയി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ്. എന്നാൽ ചിലവർ വരുമ്പോഴാണ് സന്തോഷം. അപ്പോൾ മറ്റുള്ളവർ വരുമ്പോഴാണോ പോകുമ്പോഴാണോ നമുക്ക് സന്തോഷം എന്ന് നമുക്ക് തിരിച്ചറിയാം. എപ്പോഴും വരുമ്പോൾ നമ്മുടെ പ്രസൻസിലായിരിക്കട്ടെ മറ്റുള്ളവരുടെ സന്തോഷം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ. എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഭാരത മാതാ കീ, ഭാരത മാതാ കീ, ഭാരത മാതാ കീ. ഇപ്പൊ വേറെ വിളിച്ചാകെ പ്രശ്നം. ഇപ്പൊ വിളിക്കണ ഇതല്ല, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വിളിക്കുന്നത് ഇതല്ല, മറ്റു ചില മുദ്രാവാക്യങ്ങളാണ്. അവർക്ക് അതാണ് താല്പര്യം. പക്ഷെ നമ്മൾക്ക് ഈ ശരിയായ ദേശഭക്തർക്ക്, മരിച്ചുപോയ പൂർവികർക്ക്, പഴയ ഹിസ്റ്ററി അറിയുന്ന, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കൊന്നും ഇങ്ങനെ വിളിക്കാനാണ് കൂടുതൽ താല്പര്യമെന്നാണ് എൻ്റെ പക്ഷം. മറ്റുള്ളവർക്ക് എന്തും വിളിക്കാം. എല്ലാത്തിനും ഫ്രീഡമുള്ള നമ്മുടെ ഭരണഘടനയാണ് നമുക്കുള്ളത്. പഴയ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞു, നിങ്ങൾ 2020 നമ്മൾ രാജ്യത്തിൽ ഒന്നാമത് എത്രയെന്ന് പറഞ്ഞു. 2024 ഞങ്ങൾ ആയിക്കോളാന്ന് പറഞ്ഞ് കയറിയ ആളുകളാണ്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി. എന്നിട്ട് എവിടെ എത്തി? ഇപ്പോഴും നമ്മൾ ഈ മതസ്പർദ്ധ വളർത്തി മനുഷ്യരെ തമ്മിലടിപ്പിച്ച് വോട്ട് പിടിക്കുന്ന സിസ്റ്റമുള്ളൂ. അതിപ്പോ ഏത് പാർട്ടിയായി നോക്കണ്ട, മനുഷ്യരങ്ങനെയാണ്. തൊട്ട അയൽപക്കത്ത് നമ്മളോട് സ്നേഹിച്ചിരുന്ന വിഷുവും ഓണവും എല്ലാം ഒന്നിച്ച് ഒരു അമ്മ വിളമ്പി തന്ന് കഴിച്ചിരുന്ന ഫാമിലിയാണ് നമ്മള്. ഇപ്പോ ഓണം അവന്റെ, ഞങ്ങളുടെ മാത്രം, ക്രിസ്മസ് നിങ്ങളുടെ, അത് ഞങ്ങളുടെ രാജ്യത്ത് പറ്റില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യം വന്ന് അവർ പറഞ്ഞു. നല്ലൊരു തലമുറ അല്ലെങ്കിൽ നല്ലൊരു ഭാവി നേതൃത്വം നമുക്ക് അത്യാവശ്യമാണ്. അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്കത് നല്ല രീതിയിൽ വരുമെന്ന പ്രതീക്ഷയോടെ നിൽക്കാം. പിന്നെ ഇതിനൊപ്പം തന്നെ ആഘോഷിക്കുന്ന ഒന്നാണ് CFTയുടെ 16ാം വാർഷികം. കനൽ ഒരു തരി മതി എന്ന് പറയണ പോലെ എന്തായാലും CFTയുടെ ഈ ഊർജം വീണ്ടും വീണ്ടും നിലനിൽക്കട്ടെ.
പുതിയ കമ്മിറ്റിക്കാരെയൊക്കെ കാണുന്നുണ്ട്. കുറച്ചും കൂടി യുവാക്കളൊക്കെ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ഒരാളും വരത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഈ പുതിയ വാക്കുകളുടെ പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകൾ, മാഷത് മറക്കണ്ടാവും, മാഷ് മറക്കാൻ പറ്റില്ലല്ലോ, പലതരത്തിലുള്ള ചർച്ചകൾ. CFD പേര് വേണം, എന്ത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, വല്ല. അപ്പോഴും അവിടെയും വന്നു ഈ കസേര പ്രശ്നം. പക്ഷേ അന്ന് തുടങ്ങിയ മാഷിൻ്റെ ഒരു ചിന്തയാണ് ഇന്ന് ഈ 16ാം വാർഷികം ആഘോഷിക്കാൻ ഇവിടെ വന്നത്. പറഞ്ഞത് ഞാൻ ശൈലിച്ചോട് പറഞ്ഞു, മാഷെ ഈ നമ്മുടെ മഹാനായ രാഷ്ട്രപതി ഇവിടെ ഇരുന്നിട്ട് പച്ച കൂപ്പുരം പിടിച്ചിട്ട് കഴുകി വെളുപ്പിച്ചത് CFD സംഘമാണ്. ഇത് നമ്മളിവിടെ പരിപാടി ചെയ്തതിന് ശേഷമാണ് എംബസിക്കാരിവിടെ വന്നിട്ടുള്ളൂ. ഇതെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് പറയായിരുന്നു. അപ്പോൾ ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗം ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. ഇപ്പോൾ 10 പേരുള്ളെങ്കിലും ആ ഉള്ള 10 മതി. ഭാരതത്തിന് നല്ലൊരു ലീഡർഷിപ്പ് അധികം വൈകാതെ ഉണ്ടാകട്ടെ. എന്താ പറയുക, എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുക. ഒരിക്കൽ കൂടി 79ാമത് സ്വാതന്ത്ര്യദിനം എല്ലാവർക്കും ഞാൻ നേരുന്നു. ഒപ്പം 16ാമത് വാർഷികാഘോഷം നടത്തുന്ന CFDക്ക് എൻ്റെ എല്ലാവിധ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ, അതുപോലെ CFDയുടെ 16ാമത് വാർഷികവും ഇന്നത്തെ ദിവസം തന്നെ ആചരിക്കുന്നതിന് അവർക്കും ഇന്ന് ഇവിടെ എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു വിമോചനം എന്നത് മാത്രമായിരുന്നു 79 വർഷം മുൻപ് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ജനലക്ഷങ്ങൾ മഹാത്മാഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച ഈ ഒരു നേട്ടം ഈ ഇന്നത്തെ കാലയളവിലെ ഇന്ത്യയും നമ്മൾ നോക്കിക്കാണുമ്പോൾ ശരിക്കും നമ്മൾ സ്വതന്ത്രരാണോ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാസമ്പന്നരെന്ന് നമ്മൾ മേനി നടിക്കുന്ന നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് ഒരു കുട്ടി സ്കൂളിൽ താമസിച്ചു വന്നു എന്ന ഒറ്റ കാരണത്താൽ ആ കുട്ടിയെ ഗ്രൗണ്ടിൽ ഓടിക്കുകയും അതുപോലെ തന്നെ ഇരുട്ട് റൂമിൽ അടച്ചിടുകയും ഒക്കെ ചെയ്തൊരു സംഭവം നമ്മൾ കേട്ടു, കണ്ടു. അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് പോലും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും സ്വയം അവരവരിലേക്ക് ചുരുങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെയോ ഒക്കെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണോ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യന്മാരും ഇറങ്ങി പുറപ്പെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് ലോകമെങ്ങും ദുഷ്ടശക്തികൾ പല രീതിയിൽ ജനങ്ങളെ അല്ലെങ്കിൽ നിരായുധരായ ജനങ്ങളെ, പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് യുദ്ധങ്ങളൊക്കെ സിവിലിയേഴ്സിന് നേരെ ഒന്നും ഉണ്ടാകാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ യുദ്ധങ്ങൾ സിവിലിയന്മാരെ എല്ലാം തകർത്തുകൊണ്ട് പല രാജ്യങ്ങളിലും വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ പണ്ടുള്ള യുദ്ധങ്ങളെക്കാൾ ഭീകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ലോകത്ത് ശാന്തിയും സമത്വവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിന് എല്ലാവിധ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആഘോഷിക്കുന്ന ഈ ഓഗസ്റ്റ് 15 നമുക്കൊരു വലിയ മെസ്സേജ് തരുന്നുണ്ട്. ഇതിൻ്റെ ഐഡിയ, ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യയുടെ യൂണിറ്റിയും സാഹോദര്യത്വം, അഖണ്ഡതയും സാഹോദര്യവും. ഇതാണ് നമ്മുടെ ഓഗസ്റ്റ് 15 എപ്പോഴും ആഘോഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും വ്യതിചലിക്കരുതെന്ന് ഒരു നിവേദനമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. CFDയുടെ 16ാം സ്ഥാപക ദിനാശംസകളും നേർന്നുകൊണ്ട് 2024 ഓഗസ്റ്റ് 15 മുതൽ 2025 ഓഗസ്റ്റ് 15 വരെയുള്ള CFDയുടെ പ്രവർത്തന റിപ്പോർട്ട്. സ്നേഹമുള്ള CFD സ്ഥാപകൻ ശ്രീ ഡെന്നി ചെറുപ്പത്ത്, അധ്യക്ഷൻ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ജോസ് പുതുശ്ശേരി, വിശിഷ്ട അതിഥിയായി ലിറ്റിൽ ഫ്ലവർ ഇൻ്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ഡോക്ടർ മേരി ഷൈനി, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇറ്റലിയിലെ വിവിധ പ്രവാസി സംഘടനകളുടെ സുമനസ്സുകളായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, CFD സെൻട്രൽ കൗൺസിൽ അംഗങ്ങളെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ഉണരുവിൻ പ്രശോഭിക്കുവിൻ എന്ന സന്ദേശവുമായി
വിശ്വാസം, ജനാധിപത്യം, സേവനം, അച്ചടക്കം, സമൂഹ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 2010 ഓഗസ്റ്റ് 15 റോമിലെ വില്ലഷാര പാർക്കിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിച്ച CFD അതിൻ്റെ 16ാമത്തെ പ്രവർത്തന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇക്കാലം അത്രയുമുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഈ വർഷക്കാലം CFD നടത്തിയത്. Bye.